Hi friends, welcome to Commerce Bites. I hope you people are all doing well. So, ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ഓഗസ്റ്റ് 9th ആണ്. ഇനി നമ്മളുടെ മുന്നിലുള്ളത് വെറും 5 days ആണ്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഓരോ ഡേയ്സും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ഓർമ്മ കിട്ടിക്കോട്ടെ. അതായത് എൻ്റെ മുന്നിൽ ഇനിയുള്ളത് വെറും 5 ദിവസം ആണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു റിമൈൻഡർ എന്ന പോലെ ഞാൻ ഓരോ ദിവസവും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നേ എന്നുള്ളൂ. ഓക്കെ, സോ ഇപ്പോഴത്തെ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു തിയറി ബേസ്ഡോ അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് ഒരു വീഡിയോ അല്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒന്ന് പ്രൊവൈഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് നോട്ട്സിനും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണെങ്കിൽ അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് യു ക്യാൻ ലീവ് നൗ. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ ആ എക്സാമിൻ്റെ ഡേയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് then you can take your pen and paper and just note down the points which I am mentioning right now. Okay, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം LBSൻ്റെ സൈറ്റിൽ നമുക്ക് ഇപ്പോൾ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാത്തവർ മസ്റ്റായിട്ട് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എക്സാം സെൻറ്റർ എവിടെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള പ്ലേസ് നിങ്ങളൊന്ന് അസൈൻ ചെയ്ത് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേദിവസമാണ് നിങ്ങൾ ഈ ഒരു ഹോൾ ടിക്കറ്റ് കാണുന്നത്, നിങ്ങൾക്കാകെ ഒരു ഹരിബറി ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് മനസ്സിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, സോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എൻ്റെ ഹോൾ ടിക്കറ്റ് ഇതാണ്, ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. നിങ്ങൾ മസ്റ്റായിട്ട് വൺ ടൈമെങ്കിലും ആ ഹോൾ ടിക്കറ്റ് ത്രൂ ഔട്ട് വായിച്ചിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം അതിൽ കുറേ അധികം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ വായിച്ചിരിക്കണം. ഓക്കെ, സോ അതെല്ലാം ആസ് എ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരത് പ്രിപ്പയർ ചെയ്ത് ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് മസ്റ്റായിട്ട് വൺ ടൈമെങ്കിലും വായിക്കണം. വായിച്ചിട്ട് അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകേണ്ടത് എന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ആൻഡ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നിങ്ങളൊരു എക്സാം ഫേസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാം മാസ്ക് നിർബന്ധമാണ്, അതുപോലെ തന്നെ സാനിറ്റൈസർ നിർബന്ധമാണ് എന്നുള്ളത്. നമ്മളുടെ ഹോൾ ടിക്കറ്റിലും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് മാസ്കും സാനിറ്റൈസറും. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്ലൗസ് അവൈലബിൾ ആണെങ്കിൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. ഈ 3 കാര്യങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓഗസ്റ്റ് 14, 2021 എന്നുള്ളത് ഒരു സാറ്റർഡേ ആണ്. ഈവൻ ദോ നിങ്ങൾ എന്തായാലും ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഈ എക്സാം സെൻറ്ററിലേക്ക് ഉള്ള വേ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ നിങ്ങൾ മുന്നേ തന്നെ നോക്കി വയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പ്ലേസ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്കറിയാത്തൊരു പ്ലേസ് ആണെങ്കിൽ ജസ്റ്റ് യൂസ് ആ ടെക്നോളജി. നമ്മൾക്കറിയാം നമ്മളുടെ എല്ലാവരുടെയും മൊബൈലിൽ ഗൂഗിൾ മാപ്പ് ഉണ്ട്, അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത്. സോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കുക എവിടെയാണ് എൻ്റെ പ്ലേസ്, എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എവിടെയാണ് എന്ന് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ആൻഡ് പ്ലാൻ യുവർ ടൈം. നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 10 o'clock ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എക്സാം സെൻറ്ററിൽ 9 o'clock മസ്റ്റായിട്ട് എത്തിയിരിക്കണം. ഡോണ്ട് ടേക്ക് എനി ഡിലേ ഓർ നമ്മളായിട്ട് ഒരു ഡിലേയോ അങ്ങനെ ഒന്നും വരുത്തരുത്. നേരത്തെ കൂട്ടി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഇൻ കേസ് എവിടെയെങ്കിലും വെച്ച് ഒരു പോലീസ് ചെക്കോ എന്തെങ്കിലും ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ യു വിൽ ബി വേസ്റ്റിംഗ് യുവർ ടൈം. അതുകൊണ്ടാണ് നേരത്തെ കൂട്ടി ഇറങ്ങാൻ പറയുന്നത്. ആൻഡ് ഇഫ് യു ഹാവ് യുവർ സെൽഫ് ഡിക്ലറേഷൻ ഫോം ഇറ്റ് വിൽ ബി വെരി ഈസി. ആൻഡ് നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മൾ ഇങ്ങനെ ഒരു എക്സാമിന് പോവുകയാണ്, നമ്മുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർ കയറ്റി വിട്ടോളും. സോ നിങ്ങൾക്കറിയാം ഇതൊരു പാൻഡമിക് സിറ്റുവേഷനാണ്, നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് കുറച്ചൊരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനാണ്. ഈവൻ ദോ നമ്മളുടെ എയിം എന്നുള്ളത് കേരള സെറ്റ് 2021 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും നമ്മൾ എന്തായാലും ഈ എക്സാം കൊടുത്തിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ 9 o'clock ആകുമ്പോഴേക്കും നമ്മളുടെ എക്സാം സെൻറ്ററിൽ ഏതാണോ നമ്മൾ പെർട്ടിക്കുലർ സെൻറ്റർ, ഇപ്പോൾ കോളേജായിരിക്കാം അല്ലെങ്കിൽ സ്കൂളായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മളങ്ങനെ സ്കൂളിൽ റീച്ച് ചെയ്തു. എന്നിട്ട് നമ്മളവിടെ നമ്മളുടെ ഹോൾ ടിക്കറ്റും അത് അവരെന്തായാലും ഒരു വലിയ ബോർഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ രജിസ്റ്റർ നമ്പർ, നമ്മൾക്കൊരു പെർട്ടിക്കുലർ നമ്പർ തന്നിട്ടുണ്ടാവുമല്ലോ, ആ ഒരു നമ്പർ അവർ ആ ബോർഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. സോ സെർച്ച് യുവർ ക്ലാസ് റൂം ആൻഡ് ഗോ സിറ്റ് അറ്റ് യുവർ പ്ലേസ്. ഓക്കെ,
ദെൻ ഷാർപ്പ് ഒരു 9:30 ആകുമ്പോഴേക്കും അവിടേക്ക് എക്സാമിനേഴ്സ് എല്ലാവരും എൻ്റർ ചെയ്യും. മേ ബി ഒരു 10 to 12 എക്സാമിനേഴ്സ് ഉണ്ടാവും. ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് സെക്ഷൻ മേ ബി അത് ക്ലാസ് റൂമിലായിരിക്കാം കണ്ടക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു വലിയ ഒരു ഓഡിറ്റോറിയമോ അല്ലെങ്കിൽ ഒരു വലിയ സെമിനാർ ഹാളിലൊക്കെ ആയിരിക്കും അവർ കണ്ടക്ട് ചെയ്യുന്നത്. നോർമലി ഞാൻ കണ്ടിരിക്കുന്നത് ഒരു വലിയ ഹാളിൽ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടാവും ആൻഡ് അവർക്ക് ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്ത് കണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ ഒരു 9:30 and 10 ഇടയിൽ അവർ നമ്മളുടെ IDs ചെക്ക് ചെയ്യും, നമ്മുടെ ഹാൾ ടിക്കറ്റ്സ് ചെക്ക് ചെയ്യും. അങ്ങനെയുള്ള ചെക്കിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 9:45 9:50 ആകുമ്പോഴേക്കും അതെല്ലാം കംപ്ലീറ്റ് ആവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു അനൗൺസ്മെൻറ്റ് കേൾക്കാൻ പറ്റും, അതായത് പ്ലീസ് ഓപ്പൺ യുവർ ആൻസർ ഷീറ്റ്സ് എന്ന്. അപ്പോൾ നമ്മളുടെ എക്സാമിനേഴ്സ് ആൻസർ ഷീറ്റ്സ് അവർ ഓപ്പൺ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 5 minutes ബിഫോർ എന്നുള്ള രീതിയിൽ അവരോട് ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടാവും, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു പാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ. എന്നിട്ട് ഒരു ഷാർപ്പ് 10 ആകുമ്പോൾ നമ്മളുടെ എക്സാമിനേഴ്സ്, നമ്മളുടെ റെസ്പെക്റ്റീവ് എക്സാമിനേഴ്സ് നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇറ്റ്സ് യുവർ ടൈം. 10 to 12 വരെ പേപ്പർ 1 എക്സാം ആയിരിക്കും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്. 2 hours എക്സാമാണ്. 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ പേപ്പർ 1 ഏറ്റവും വലിയ പ്രത്യേകത 120 ക്വസ്റ്റ്യൻസിൽ 60-60 എന്നുള്ള റേഷ്യോ ആണ്. അതായത് 1/2 റേഷ്യോ. അതായത് ഫസ്റ്റ് 60 നമുക്ക് GK ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സെക്കൻഡ് 60 നമ്മളുടെ ഫേവറേറ്റ്, അതായത് നമ്മളുടെ കോമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ കൂടുതൽ ഫോക്കസ് ചെയ്ത പാർട്ടാണ് അതിൽ. സോ എനിക്കെല്ലാം അറിയാം, എൻ്റെ എല്ലാ സ്റ്റുഡൻസും നല്ല രീതിയിൽ തന്നെ പേപ്പർ കൊടുക്കും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ആ ഒരു സെക്കൻഡ് സെക്ഷനിൽ വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സീരീസ്, ഇതുപോലുള്ള സെക്ഷൻസ് ആയിരിക്കും നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാൻ പറ്റുന്നത്. സോ എന്നോട് കുറച്ചധികം സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചിരുന്നു, മാഡം ഞങ്ങൾ GKക്ക് വീക്കാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, സെറ്റിൻ്റെ എക്സാം എഴുതാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾ സെക്കൻഡ് പോർഷൻ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഇസ് യുവേഴ്സ്. ഓക്കെ, ഒന്നുകൊണ്ടും ആലോചിച്ച് ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. നിങ്ങളിപ്പോൾ സെക്കൻഡ് പോർഷനിൽ ആ 60 മാർക്സ് സെക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ ഇനഫ്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ 50% മാർക്ക് നിങ്ങൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ എന്തായാലും ഒരു KPP എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം എന്ന് ഞാൻ ഉറച്ചു പറയാൻ കാരണം നമുക്കിവിടെ നെഗറ്റീവ് മാർക്കിംഗ് എന്നുള്ളൊരു പരിപാടി ഇല്ല. അത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജാണ്. കേരള സെറ്റ് എക്സാമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും 120 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പേപ്പർ 1 പ്രൊവൈഡ് ചെയ്യും. ആ 120 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഒന്നുപോലും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ് എന്ന് പറയരുത്. അറിയില്ലെങ്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് കറക്കി കുത്തുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും ആ ഫസ്റ്റ് 60 നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് ഒരു 30 വേണ്ട ഒരു 20 മാർക്സ് എങ്കിലും നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്, റൈറ്റ്? ആൻഡ് പിന്നെ എനിക്കറിയാം എല്ലാ സ്റ്റുഡൻസിനും അത്യാവശ്യം നമ്മുടെ മാത്സ് റീസണിങ് ക്വസ്റ്റ്യൻസും ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ നിന്നായിരിക്കും വരുന്നത്. അതെന്തായാലും എല്ലാവർക്കും എഴുതാൻ പറ്റും, കാരണം അത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ ലെറ്റർ സീരീസ് എന്നോ അല്ലെങ്കിൽ മാത്സിൻ്റെ മാത്സ് പാറ്റേൺ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് കാണില്ലേ, അത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ് എനിക്കറിയാം. ഈവൻ തോ ഞാനൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. സോ അങ്ങനെ 10 o'clock തുടങ്ങി 12 o'clock വരെ നമ്മുടെ പേപ്പർ 1 എക്സാം 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ ഡിവൈഡ് ചെയ്ത് പറഞ്ഞതാണ്. 60 ക്വസ്റ്റ്യൻസ് നമുക്ക് GKയിൽ നിന്നാണ്, 60 ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഏരിയയിൽ നിന്നാണെന്ന്. ഓക്കെ, സോ ഫസ്റ്റ് പേപ്പറിൻ്റെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃത്യം 12 o'clock ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് സമയം കിട്ടില്ല, എൻ്റെ കഴിയോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് എന്തായാലും ഇനഫ് ടൈം നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആകുമ്പോഴേക്കും നിങ്ങളുടെ കംപ്ലീറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വെറുതെ ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ എക്സാമിനേഴ്സ് ഓർഡറിൽ നമ്മളുടെ ആൻസർ ഷീറ്റ്സ് അവർ കളക്ട് ചെയ്യും. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു കാർബൺ കോപ്പി അവൈലബിൾ ആണ്. നമ്മളുടെ ആ ഒരു കാർബൺ കോപ്പിയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം. സോ ഈ ഒരു കാർബൺ കോപ്പി നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോളൂ. കാരണം എക്സാമിൻ്റെ അന്ന് തന്നെ ഈവനിങ് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പേപ്പർ 1 ആൻസർ കീ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ കീപ്പ് ഇറ്റ് വിത്ത് യു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആൻസേഴ്സ് എൻ്റെ കറക്റ്റായി, എനിക്ക് എത്ര % കിട്ടും എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം വരാം. ഓക്കെ, സോ പിന്നീട് അങ്ങോട്ട് 12 to 2 എന്നുള്ളത്
നിങ്ങളുടെ ബ്രേക്ക് ടൈമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്കാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 hours, പ്ലെൻറ്റി ആയിട്ടുള്ള 2 hours നിങ്ങൾക്ക് തരുന്നുണ്ട്. വേഗം തന്നെ ഫുഡ് കഴിക്കുക, എന്നിട്ടൊന്ന് ഫ്രഷപ്പ് ആവുക. ജസ്റ്റ് ഗോ ത്രൂ യുവർ പേപ്പർ 2 പോർഷൻസ്. നിങ്ങൾ പഠിച്ച പേപ്പർ 2 ഏതാണ് പെർട്ടിക്കുലർ പേപ്പർ 2 നിങ്ങൾ നോക്കിയിട്ടുള്ളത്, അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. എന്നിട്ട് ഷാർപ്പ് ഒരു 1:30 ആകുമ്പോഴേക്കും എക്സാമിനേഴ്സ് വീണ്ടും നേരത്തെ വന്ന പോലെ തന്നെ വരും. എന്നിട്ട് നമ്മളുടെ സീറ്റിൽ തന്നെ ഇരിക്കും. നമ്മുടെ ഹാൾ ടിക്കറ്റ്സ് ചെക്ക് ചെയ്യും. നമ്മളുടെ സീറ്റ് നമ്പർ കറക്റ്റ് ആയിട്ടുണ്ട്, എത്ര സ്റ്റുഡൻസ് പ്രസൻ്റ് ആണ് എന്നുള്ള കാര്യമൊക്കെ അവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം ആൻസർ ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഷാർപ്പ് ഒരു 2 അല്ലെങ്കിൽ ഒരു 1:55 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് 2 to 4 നമ്മളുടെ എക്സാം 120 ക്വസ്റ്റ്യൻസ് ആണ് അവിടെയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നോ നെഗറ്റീവ് മാർക്കിംഗ്. നമ്മുടെ പേപ്പർ 1 പോലെ തന്നെയാണ് പേപ്പർ 2. പിന്നെ പേപ്പർ 2 ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. സോ നിങ്ങൾക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് സിലബസ് എന്നുള്ളതും പിന്നെ ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഓൾ ദാറ്റ്. എന്നിട്ട് 2 to 4 നമ്മളുടെ എക്സാം കണ്ടക്ട് ചെയ്യും. ആ ഒരു എക്സാം കഴിയുമ്പോഴേക്കും ഒരു 4 o'clock ആകുമ്പോഴേക്കും അവർ നമ്മളുടെ പേപ്പേഴ്സ് കളക്ട് ചെയ്യും എക്സാമിനേഴ്സ്. ദെൻ യു വിൽ ബി ഹാവിങ് യുവർ കാർബൺ കോപ്പി ഓഫ് യുവർ സെക്കൻഡ് പേപ്പർ ആൻഡ് യുവർ ക്വസ്റ്റ്യൻ പേപ്പർ. കീപ്പ് ഇറ്റ് വിത്ത് ദാറ്റ്. സബ്ജക്റ്റ് ആണ് നിങ്ങളുടെ പേപ്പർ 2 എങ്കിൽ വി വിൽ ബി പ്രൊവൈഡിങ് ദ ആൻസർ കീ for that too. We will be posting it as soon as possible. Okay, നമ്മളുടെ ഈ കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ ചാനലിൽ തന്നെ നമ്മൾ പേപ്പർ 2ൻ്റെ ആൻസർ കീസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അതുകൊണ്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ 4 o'clock ആകുമ്പോഴേക്കും നിങ്ങളുടെ ആൻസർ ഷീറ്റ്സ് ഒക്കെ അവർ കളക്ട് ചെയ്തിട്ടുണ്ടാവും. യു പീപ്പിൾ ക്യാൻ ഗോ ടു യുവർ ഹോം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് August 14th, 2021 കണ്ടക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ പോലെയാണ് പറഞ്ഞു തന്നത്, ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഐ നോ കുറേ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇതെങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് ആലോചിക്കുമ്പോൾ കുറേ കുട്ടികൾക്ക് പേടിയും ടെൻഷനും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് സ്ട്രെസ് റിലീഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ തന്നത്. സോ നിങ്ങൾക്കിനി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും കുറേ കുട്ടികൾക്ക് ടെൻഷൻ, വ്യാധി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എക്സാം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചു, അയ്യോ എനിക്ക് എത്ര മാർക്ക് കിട്ടി, അയ്യോ ഞാൻ ആ ക്വസ്റ്റ്യൻ തെറ്റായിപ്പോയി, ഈ ക്വസ്റ്റ്യൻ തെറ്റായിപ്പോയി, അങ്ങനെ ഒന്നും കൊണ്ടും ആലോചിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ഹാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആൻസർ കീ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒന്നില്ലെങ്കിൽ എക്സാമിൻ്റെ അന്ന് തന്നെ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല. എല്ലാ കാര്യവും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. ഓൾ ഇസ് വെൽ എന്ന് മനസ്സിൽ പറഞ്ഞ് എക്സാം കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ നിങ്ങൾക്കൊന്ന് പറയാം. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു ഇഫ് യു ആർ ലിസ്ണിംഗ് ടു ദാറ്റ് ടു. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് നമ്മളുടെ ഹാൾ ടിക്കറ്റിൻ്റെ സെക്കൻഡ് പോർഷനാണ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ അതായത് നമ്മളുടെ LBSൻ്റെ ആ ഒരു ഹെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ നെയിമും അഡ്രസ്സും പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റ് പിന്നെ നമ്മളുടെ റോൾ നമ്പർ ആൻഡ് ദെൻ നമ്മളുടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഡേറ്റ് 14th August 2021. പിന്നെ ഒരു റെഫറൻസ് നമ്പർ തന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആ ഒരു എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് 2 പേപ്പർ ഉണ്ട് എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പേപ്പർ 1 അവിടെ അവർ കറക്റ്റ് ടൈം വരെ ക്ലിയറായി മെൻഷൻ ചെയ്തിട്ടുണ്ട്, 10 AM to 12 noon എന്നുള്ളതും. പിന്നെ 2 hours ബ്രേക്കാണ്. പിന്നെ പേപ്പർ 2 വരുന്നത് 2 PM to 4 PM എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി, നമ്മൾ ഏതാണോ നമ്മുടെ കമ്മ്യൂണിറ്റി എന്നുള്ളത് അത് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് നമ്മളുടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്, ഒരു ഫോട്ടോ. ആ ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ നമ്മളവിടെ ഒരു പിക്ചർ പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒരു LBS സെൻറ്ററിൻ്റെ ഒരു ഡയറക്ടറിൻ്റെ സിഗ്നേച്ചർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ആൻഡ് ഇനി ഞാൻ പറയുന്നതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇൻസ്ട്രക്ഷൻ ടു ദ കാൻഡിഡേറ്റ്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ, അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഹോൾ ടിക്കറ്റ് എടുത്ത് എന്നോടൊപ്പം തന്നെ വായിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. നോട്ട് എടുത്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിലൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. ആൻഡ് ആ ഒരു സ്റ്റിക്കി നോട്ട് നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് തന്നെ ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ അവർ പറയുന്നത് കാൻഡിഡേറ്റ്സ് ഷുഡ് റിപ്പോർട്ട് അറ്റ് ദ വെന്യൂ ഓൺ ദ ടെസ്റ്റ് വിത്ത് ദ admit card half an hour before the commencement of the test for the verification of identity. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് 1 hour മുന്നേ എത്താനാണ് ഞാൻ പറയുന്നത്. ഇറ്റ് വിൽ ബി ഗുഡ്, അതാണ് സേഫ്. സോ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ ഹോൾ ടിക്കറ്റ് ഇല്ലേ, ഈ ഹോൾ ടിക്കറ്റ് മറന്നു പോവുക ചെയ്യരുത്. നിങ്ങൾ അത് തലേ ദിവസം തന്നെ നിങ്ങളുടെ കൊണ്ടുപോകാനുള്ള ആ ബാഗിലോ ഫയലിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തു വയ്ക്കുന്നതാണ് ഏറ്റവും ആപ്റ്റ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ഹോൾ ടിക്കറ്റ് ഇല്ലാതെ, ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ നമ്മൾ അവരെ കയറ്റില്ല, നമ്മളുടെ ആ ഒരു കോളേജിലേക്ക് അവർ കയറ്റില്ല. അണ്ടർസ്റ്റുഡ്? പിന്നെ എനിക്ക് പറയാനുള്ള നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ഷുഡ് പ്രൊഡ്യൂസ് ദ ഒറിജിനൽ ഓഫ് ദ ഫോട്ടോ എഫക്ട്സ് ID പ്രൂഫ്. അതായത് എന്തെങ്കിലും ഒരു ID പ്രൂഫ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അത് മസ്റ്റാണ്. ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടേഴ്സ് ID അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ID, പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, അതിൽ ഏതെങ്കിലും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ കയ്യിൽ വയ്ക്കുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, സോ ഏതെങ്കിലും ഒരു 2-3 കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ. സോ കീപ്പ് ഇറ്റ് ദാറ്റ് വിത്ത് യു. ആൻഡ് പിന്നെ വേറൊരു കാര്യം, എക്സാം കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്യില്ല. എക്സാം തുടങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും അവർ അകത്തേക്കും കയറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു എക്സാം ഫിനിഷ് ആയാൽ മാത്രമേ നമ്മളെ പുറത്തേക്ക് വിടുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഒരു ബ്ലൂ പെൻ, ഒരു ബ്ലാക്ക് പെൻ, ഏതെങ്കിലും ഒരു കളർ പെൻ നിങ്ങളുടെ കയ്യിൽ വെക്കുക. അത് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടാണ്. പിന്നെ കാൽക്കുലേറ്റർ, ലോഗരിതം ടേബിൾ, പിന്നെ ഇലക്ട്രോണിക് ഡിവൈസസ്, മൊബൈൽ ഫോൺ, ഇതൊന്നും നമ്മളുടെ എക്സാമിനേഷൻ ഹാളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, ഈ ഒരു അഡ്മിറ്റ് കാർഡ് നമുക്ക് പേപ്പർ 1-നും പേപ്പർ 2-നും ഉള്ളതാണോ എന്നുള്ളത്. ഈ അഡ്മിറ്റ് കാർഡ് പേപ്പർ 1-നും പേപ്പർ 2-നും ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. ഇനി അതിന് വേറെ അഡ്മിറ്റ് കാർഡ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു അഡ്മിറ്റ് കാർഡ് മതി നിങ്ങൾക്ക് പേപ്പർ 1-നും പേപ്പർ 2-നും എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവർ പറയുന്ന കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ നോട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാം ബബിളിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ ബേസിസിലാണ് നമ്മൾ ബബിൾ ചെയ്യുന്നത്. സോ ബബിൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ബബിൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒത്തു നോക്കി 2 പ്രാവശ്യം ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ബബിൾ ചെയ്യുന്നതാണ് ഏറ്റവും ആപ്റ്റ്. ഓക്കെ, സോ 1-2 എണ്ണം ബബിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡി കിട്ടിക്കോളും. സോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഇല്ലേ, ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു ബ്ലാങ്ക് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് ആലോചിച്ചും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. And if the candidates fail to observe any of the above instruction or display improper conduct, their answer books will not be valued. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ്. ഒരു മാൽ പ്രാക്ടീസസും അവിടെ എൻകറേജ് ചെയ്യില്ല. ബിറ്റ് വയ്ക്കുന്ന പരിപാടിയോ കോപ്പി അടിക്കുന്ന പരിപാടിയോ അങ്ങനെ ഒരു പരിപാടിയും അവിടെ കണ്ടു കഴിഞ്ഞാൽ ദെൻ യുവർ ആൻസർ ഷീറ്റ്സ് വിൽ ബി ഗോയിങ്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ബിറ്റ് വയ്ക്കുന്ന പരിപാടിയൊക്കെ ഒന്ന് രണ്ടാമത് റീതിങ്ക് ചെയ്തോളൂ. ഐ ഡോണ്ട് തിങ്ക് ഈ ബിറ്റ് വയ്ക്കുന്ന പരിപാടിയൊക്കെ അത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സ്പെഷ്യലി ഇതുപോലെയുള്ള എക്സാംസിന്. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ആൻഡ് നമ്മളുടെ ആൻസർ കീസൊക്കെ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് അവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ നമ്പർ, ആൻസർ കീ ബുക്ക്ലെറ്റിൻ്റെ നമ്പർ, പിന്നെ ഈ കോപ്പി അടിക്കുക എന്നുള്ള പരിപാടിയില്ലേ അതവിടെ നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് A സെക്ഷൻ B സെക്ഷൻ അങ്ങനെ 2 നമ്പേഴ്സ് സെക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും. സോ അതെങ്ങനെ ഷഫിൾ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇപ്പോൾ ഒരാൾക്ക് A ആണെങ്കിൽ ഒരാൾക്ക് B, പിന്നീട് ഒരാൾക്ക് A ദെൻ B എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് കോപ്പി അടിച്ച് എഴുതുക എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം വെറുതെ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. ആൻഡ് അതോടൊപ്പം തന്നെ ഒരു കാര്യം അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സെറ്റ് പാസ്സായി എന്ന് ഉറപ്പായാൽ തന്നെ നമുക്ക് സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു പ്രോസ്പെക്ട്സിൽ നമ്മളോട് കുറച്ച്
ക്രൈറ്റീരിയാസ് അവർ പറയുന്നുണ്ട്. അതായത് MCOMന് ഇത്ര പെർസെൻറ്റേജ് വേണം, അല്ലെങ്കിൽ BCOMന് ഇത്ര പെർസെൻറ്റേജ് വേണം, അങ്ങനെ അവർ കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട് അല്ലേ. പിന്നെ BEd വേണം, BEdന് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം. സോ ഇതെല്ലാം നിങ്ങൾ ഫുൾഫില്ല് ചെയ്താൽ മാത്രമാണ് നമുക്ക് സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ റിലീസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയാണ് മെയിൻ നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ്. ഇനി നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്ന സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യുവർലി ബേസിസ് ഓഫ് ദിസ് എക്സാമിനേഷൻ. അതായത് ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് അവർ സെക്കൻഡ് പേജിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഹൈലൈറ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഗൈഡ് ലൈൻസ് ഫോർ ദ കാൻഡിഡേറ്റ്സ് അറ്റൻഡിങ് ദ എക്സാമിനേഷൻ. സോ നമ്മളിപ്പോൾ മെൻഷൻ ചെയ്ത പോലെ തന്നെ അതായത് കാൻഡിഡേറ്റ് മസ്റ്റ് മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസിങ് അറ്റ് എവറി പോയിൻറ്റ് ആൻഡ് വെയർ മാസ്ക് ത്രൂ ഔട്ട് ദ എക്സാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വീടിൻ്റെ ഇറങ്ങുന്നതിന് മുന്നേ ഒരു മാസ്ക് നിങ്ങൾ മുഖത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ആ മാസ്ക് ഊരാതിരിക്കാൻ ട്രൈ ചെയ്യുക. ഐ നോ ഇൻ ബിറ്റ്വീൻ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും കൂടെ ഇല്ല എങ്കിൽ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇന്ന് വേഗം ഫുഡ് കഴിക്കുക, എന്നിട്ട് അപ്പോൾ തന്നെ മാസ്ക് ഫിറ്റ് ചെയ്യുക. കാരണം അങ്ങനെ ഒരു ചാൻസിൽ നമ്മൾ ഒരു എക്സാം എഴുതാൻ പോയി എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഈ ഒരു കൊറോണ മേടിച്ചുകൊണ്ട് വരേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ് ആൻഡ് ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. ഓക്കെ, സോ എൻ്റെ സ്റ്റുഡൻസ് ആരും കൊറോണ മേടിച്ച് വീട്ടിലേക്ക് വരരുത്. വീട്ടിൽ നിങ്ങളുടെ പാരൻസ് ഉണ്ടാവും, നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, നിങ്ങളുടെ ബേബീസ് ഉണ്ടാവും. അതുകൊണ്ട് ബി കെയർഫുൾ ഇൻ യുവർ ഹെൽത്ത്. ഓക്കെ, ആൻഡ് ഇനി പറയാൻ പോകുന്നത് കാൻഡിഡേറ്റ്സ് ക്യാൻ ബ്രിങ് ദെയർ ഓൺ വാട്ടർ ബോട്ടിൽ, ഗ്ലൗസ്, ഫേസ് ഷീൽഡ് ആൻഡ് സാനിറ്റൈസർ. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലൗസും സാനിറ്റൈസറും. പിന്നെ മാസ്ക് നിങ്ങളുടെ മുഖത്ത് ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ വാട്ടർ ബോട്ടിൽ, ചൂടുവെള്ളം കൊണ്ടുപോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. പിന്നെ ഫേസ് ഷീൽഡ്, ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു കോട്ടിംഗ് ഇല്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ആർ ഹാവിങ് ഇറ്റ് വിൽ ബി ഗുഡ്. അതില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾ കോളേജിൽ കയറ്റില്ല, അങ്ങനെയൊന്നുമില്ല. മാസ്ക് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. ആൻഡ് N95ൻ്റെ മാസ്ക് ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് എല്ലാവരും പറയുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. ഇഫ് യു ആർ ഹാവിങ് N95 മാസ്ക് ദെൻ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് കാൻഡിഡേറ്റ്സ് ഷുഡ് നോട്ട് ത്രോ യൂസ്ഡ് ടിഷ്യൂ, ഫേസ് മാസ്ക് എക്സെട്ര ഇൻ ദ വെഞ്ചർ പ്രിമൈസസ്. ദിസ് ഷുഡ് ബി ഒബ്സർവ് ദ ഗ്രീൻ പ്രോട്ടോകോൾ ആസ് വെൽ ആസ്. സോ നമ്മൾക്കറിയാം ഇപ്പോഴത്തെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഇപ്പോൾ അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്, ഒരു വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ത്രോ ഇറ്റ് ദാറ്റ്. അല്ലാതെ അവിടെ ഇവിടെയും നമ്മളുടെ യൂസ് ചെയ്ത ടിഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത മാസ്ക് അത് അങ്ങനെ ഇങ്ങനെ ഇടുന്നത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള മെയിനായിട്ടൊരു പോയിൻ്റാണ് ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ഫോർ COVID-19 പോസിറ്റീവ് കാൻഡിഡേറ്റ്സ്. അതായത് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്റ്റുഡൻസിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തവരുണ്ടാവും. ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആരുടെയെങ്കിലും അടുത്തുനിന്ന് ചിലപ്പോൾ കോവിഡ് കിട്ടിയവരുണ്ടാവും. സോ അവർക്ക് ആർക്കും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അയ്യോ എനിക്ക് കോവിഡ് പോസിറ്റീവായി, എനിക്കിനി എക്സാം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ആലോചിച്ചൊരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിനുള്ള ഒരു സെക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒന്നുകൊണ്ടും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ട് ഇരിക്കുന്നവരാണ്. സോ അറ്റ് ദ എൻഡ് ആയപ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു കോവിഡ് കിട്ടിയത് അത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടായിരിക്കില്ല. ചിലപ്പോൾ നമ്മളുടെ തലയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, കോവിഡ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയിരിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അതിനുള്ള കുറച്ച് സ്റ്റെപ്സും അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് കോവിഡ് പോസിറ്റീവായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവിടെ ചീഫ് സൂപ്രണ്ട് ഉണ്ടാവും. ആ ഒരു സൂപ്രണ്ടിനെ നമ്മൾ കണ്ട കാര്യങ്ങളൊന്ന് ജസ്റ്റ് അവരോട് പറയുക. ഓക്കെ, ആൻഡ് അത് നേരിട്ട് എക്സാമിൻ്റെ അന്ന് പോയി അവരോട് പറയുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്ലിയറായി പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് 2 days ബിഫോർ യുവർ എക്സാം. നമ്മളുടെ എക്സാമിന് കറക്റ്റ് 2 days ബിഫോർ നിങ്ങൾ അത് ഒന്ന് പോയി മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം നിങ്ങളുടെ പാരൻസ് അപ്പയോ അല്ലെങ്കിൽ അമ്മയോ അങ്ങനെ ആയിരിക്കും ഒന്ന് ചെന്ന് പറയുന്നത്. സോ നിങ്ങളതൊന്ന് ഓർമ്മിപ്പിച്ച് വിടേണ്ടത് നിങ്ങളുടെ പാരൻസിനെയാണ്. സോ നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും പോയി അതൊന്ന് ഇൻറ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ദേ ഷുഡ് സബ്മിറ്റ് ദ കോപ്പീസ് ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ്. അതിൽ പറയുന്നുണ്ട് ചീഫ് സൂപ്രണ്ടിന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട 2 പേപ്പേഴ്സ്. ഒന്ന് കോവിഡ് പോസിറ്റീവിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ടു ട്രാവൽ ആൻഡ് റൈറ്റ് ദ ടെസ്റ്റ്.
അത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൽ നിന്ന് എടുക്കേണ്ട ഒരു പേപ്പറാണ്, ഒരു കൺസെൻറ്റ് സർട്ടിഫിക്കറ്റാണ്. അതായത് നമ്മൾ ട്രാവൽ ചെയ്യാൻ ഓക്കെയാണ്, നമുക്ക് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളൊരു കണ്ടീഷനുള്ള ആ ഒരു പേപ്പർ കൂടെ നമ്മളൊന്ന് മേടിച്ചിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് സെപ്പറേറ്റ് റൂംസ് വിൽ ബി അറേഞ്ച്ഡ് ഫോർ കോവിഡ് പോസിറ്റീവ് കാൻഡിഡേറ്റ്സ് ടു റൈറ്റ് ദ എക്സാമിനേഷൻ. ദേ നീഡ് നോട്ട് വെയർ PPE kits. They should follow all the precautionary steps as mandatory by the government from time to time. സോ നമ്മളുടെ ഗവൺമെൻറ് മെൻഷൻ ചെയ്തിട്ടുള്ള എന്താണോ സ്റ്റെപ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതുപോലെയുള്ള സ്റ്റെപ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതിന് നമ്മൾ കിറ്റ് ഇല്ലേ, അത് നമ്മൾ ആ ഒരു ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു യൂണിഫോം പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു സംഭവം നമ്മൾ വെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഒരു കോവിഡ് പേഷ്യൻ്റ് ആണ്, കോവിഡ് പോസിറ്റീവ് പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം അവർ അറേഞ്ച് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിന് കോവിഡ് പോസിറ്റീവായി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ഒരു അറേഞ്ച്മെൻറ്റും കൂടെ നമ്മളുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ താങ്കിങ് ദിസ് ഗവൺമെൻറ് ഫോർ ദീസ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്. സോ ഇതൊരു വലിയ അനുഗ്രഹമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കേരള സെറ്റിൻ്റെ എക്സാം ശരിക്കും കണ്ടക്ട് ചെയ്യേണ്ടിയിരുന്നത് ഓൾമോസ്റ്റ് ഒരു ജൂലൈ എന്നുള്ള ടൈമിലാണ്. അതിപ്പോൾ മാറി ഇപ്പോൾ ഓഗസ്റ്റ് 14 ആയിക്കോണ്. ഈവൻ ദോ അവർ കോവിഡ് പോസിറ്റീവ് കാൻഡിഡേറ്റ്സിനെ മാറ്റി നിർത്താതെ തന്നെ അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർക്കുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ട് തന്നെ നമ്മൾക്ക് അവിടെ ഒരു സെപ്പറേറ്റ് റൂം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് പറഞ്ഞിരിക്കുന്നത് commercebytes24@gmail.com. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കാം. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക് ഇൻ ദാറ്റ് ഇമെയിൽ അഡ്രസ്. നമ്മൾ എന്തായാലും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ്. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.